അമേരിക്ക ചൈന വ്യാപാര യുദ്ധം 20ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് തുടങ്ങിയ ഗ്ലോബലൈസേഷൻ കാലഘട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ഏറ്റുമുട്ടലുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ കാലം മുതൽ ചൈനയുടെ വ്യാപാര അധികാരത്തെയും അനീതിയായ വ്യാപാര രീതികളെയും വരെ കടുത്ത രീതിയിൽ നടപടിയോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ ഭാഗമായി US ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കനത്ത താരിഫുകൾ ചുമത്തുകയും ചൈനയുടെ പ്രതികാരമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സമാന രീതിയിൽ നികുതി കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഏറ്റുമുട്ടലുകൾ ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല, സമ്പൂർണ്ണ ലോക വ്യാപാര ശൃംഖലയ്ക്കും ദീർഘകാല പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണികളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വന്നപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് ഒരു സാധ്യതാപൂർണമായ വിപണിയായി അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി സാമ്പത്തിക മാതൃകയെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നത് മേക്കിംഗ് ഇന്ത്യ മുതൽ അർട്ടമേനിയൻ ഭാരത് മുതൽ എത്തിയ മുഴുവൻ ആശയ പദ്ധതികളും ഇതിന്റെ ഭാഗമാണ്. മോദി സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ വിദേശ ആശ്രിതത്വം കുറയ്ക്കുകയും രാജ്യത്തിനകത്തെ നിർമ്മാണ ശേഷിയും ഉപഭോഗ സംസ്കാരവും വളർത്തുകയും ചെയ്യണം എന്നതാണ്. എന്നാൽ ഇതേ സമയത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരാനുള്ള സാധ്യതാ സാഹചര്യം വലിയ ആശങ്കയായി മാറുകയാണ്. വിപണിയിൽ വില കുറഞ്ഞ, ഭംഗിയായി നിർമ്മിച്ച, സാങ്കേതികമായി മുന്നേറിയ ഉൽപ്പന്നങ്ങളുമായി ചൈന കടന്നു വരുന്നത് ഇന്ത്യയെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും. RSSന്റെ അനുബന്ധ സംഘടനയായ സ്വദേശി ജാഗരണം മഞ്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചൈനീസ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് വിളിച്ചു പറയാറുണ്ട്. മൊബൈൽ ഫോൺ മുതൽ കളിപ്പാട്ടങ്ങൾ, ദീപാവലി വിളക്കുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വരെ ഇന്ത്യൻ വിപണി കീഴടക്കിയിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളാണെന്ന് ഇവർ നിരന്തരം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ ചൈനയുടെ വ്യാപാര തന്ത്രങ്ങൾ സാധാരണ രാജ്യങ്ങൾക്ക് സ്വീകരിക്കുന്നതിനേക്കാൾ വിപ്ലവകരവും കടുത്തതുമാണ്. വിലയിടിവുകൾ, സബ്സിഡികൾ, വ്യാപാര സംഘടനകൾ എന്നീ നിയമങ്ങൾ വഴി മറികടക്കൽ എന്നിവ വഴി മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിപണി മുഴുവനായും പിടിച്ചടക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ലോക വ്യാപാര സംഘടനയിൽ ചൈനയ്ക്കെതിരെ ഉയർന്ന നിരവധി പരാതികൾ ഇതിന് വലിയൊരു തെളിവാണ് നൽകുന്നത്. ഇന്ത്യയിലെ GST പരിഷ്കരണങ്ങൾ പലപ്പോഴും വ്യവസായങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അതിന്റെ ഗുണങ്ങൾ ദീർഘകാലം കഴിഞ്ഞ് പൂർണ്ണമായി അനുഭവിക്കപ്പെടുകയുള്ളൂ. അതിനു മുൻപ് തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വൻതോതിൽ കടന്നു വരികയാണെങ്കിൽ ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് മത്സരം നൽകാൻ കഴിയാതെ പോകും. ഉദാഹരണത്തിന്, ചെറുകിട ഇലക്ട്രോണിക് കമ്പനികൾ വികസിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മികച്ച നിലവാരം നൽകുന്ന ചൈനീസ് ഗാഡ്ജറ്റുകൾ വിപണിയിൽ നിറയുമ്പോൾ ഇന്ത്യൻ ബ്രാൻഡുകൾ പതുക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അത് തകർന്നു പോകാനുള്ള സാധ്യതകളും നിലനിൽക്കുകയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ലോകത്തിലെ പല ഭാഗങ്ങളിലും സാമ്പത്തിക നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ശ്രമമായി കാണപ്പെടുകയാണ്. കടം കുടുക്കിലൂടെ രാജ്യത്തെ പിടിച്ചുകെട്ടുന്ന ബെൽറ്റ് ട്രാപ്പ് ഡിമോസി പല രാജ്യങ്ങളും ഇതിനകം വിവാദമായി തന്നെ കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക സഹായം നൽകുന്ന പേരിൽ വിപണിയും തുറമുഖങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ചൈനയുടെ നിയന്ത്രണത്തിലേക്ക് എത്തുന്ന മാതൃകയാണ് ഇതിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്ക് ചൈനീസ് ആശ്രിതത്വം കൂടി വർദ്ധിക്കുകയാണെങ്കിൽ സ്വയം പര്യാപ്തത നേടുക ദുഷ്കരമായിരിക്കും. അപൂർവ മൂലകങ്ങൾ ലോകത്തിന്റെ ഭാവി വ്യവസായങ്ങൾക്ക് നിർണായകമാണ്. ഗാലിയം, ജർമേനിയം, ലിത്യം, കൊളാബ് തുടങ്ങിയ നിരവധി മൂലകങ്ങൾ ഇലക്ട്രോണിക് വാഹനങ്ങൾ, ബാറ്ററികൾ, പ്രതിരോധ ഉപകരണങ്ങൾ, സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മാണത്തിന് അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചൈന ലോകത്തിന് ആവശ്യമുള്ള റെയർ എർത്ത് മൂലകങ്ങളുടെ ഏകദേശം 90% നിയന്ത്രിക്കുന്നുമുണ്ട്. 2023 മുതൽ ചില പ്രധാന മൂലകങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ലോകമെമ്പാടുമുള്ള സാങ്കേതിക മേഖലകളിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യക്കും ഇതിന്റെ ആഘാതം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ ടെക്നോളജി ഡിഫൈൻ മേഖലകളിൽ പലപ്പോഴും ഈ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിളിന്റെ ഇന്ത്യയിലെ ഐഫോൺ ഉൽപാദന പദ്ധതിയിലുണ്ടായ തടസ്സം ചൈന എങ്ങനെ വ്യാപാരത്തെ തന്ത്രപരമായ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവായിരുന്നു. ഇന്ത്യയിലെ പോക്സോൺ കമ്പനി ഫാക്ടറികളിലേക്ക് ചൈനീസ് വിദഗ്ധർക്ക് പ്രവേശനം നിഷേധിക്കുകയും നിർണായക ഉപകരണങ്ങൾ കയറ്റുമതി തടയുകയും ചെയ്ത സംഭവം ചൈനയുടെ ഇരട്ട നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു വശത്ത് ഗ്ലോബൽ ട്രേഡിനെ കുറിച്ച് സംസാരിക്കുന്ന ചൈന, മറ്റൊരു വശത്ത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങുന്ന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ മടിക്കുന്നില്ല. ഇത് തന്നെയാണ് ഇന്ത്യയിലെ സ്വദേശി ആശയത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത്. ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വില മത്സരത തന്നെയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നിർമ്മിക്കപ്പെടുന്നതിനാൽ അവയുടെ യൂണിറ്റ് ചെലവ് വളരെ കുറവായിരിക്കും. കൂടാതെ സർക്കാരിന്റെ സബ്സിഡികളും വിലക്കുറവും ചേർന്നപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മത്സരം നൽകുക പല രാജ്യങ്ങൾക്കും അസാധ്യമായി തീർന്നിരിക്കുകയാണ്.
ഇന്ത്യ സ്വദേശി ബ്രാൻഡുകൾ വളർത്താൻ ശ്രമിക്കുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉയർത്തുകയും വിലക്കുറവ് ഉറപ്പാക്കുകയും വേണം. ഇല്ലെങ്കിൽ ആഭ്യന്തര വിപണി പിടിച്ചടക്കുക എന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക മോഡൽ തന്നെ പുനർക്രമീകരിക്കേണ്ടത് അനിവാര്യമാണെന്നാണ്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴും ഗ്ലോബൽ സപ്ലൈ ചെയിനുകളിൽ നിന്ന് ഇന്ത്യയെ പൂർണ്ണമായി വേർതിരിക്കാനാവുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനാൽ സ്വദേശി പ്രസ്ഥാനം വേണമെങ്കിൽ ആഗോള സഹകരണവുമായി ചേർന്ന് നിൽക്കുകയും വേണം. ഉദാഹരണത്തിന് വിദേശ കമ്പനികളെ ഇന്ത്യയിൽ തന്നെ ഉൽപാദനം നടത്താൻ പ്രേരിപ്പിക്കുക, അവർക്ക് പ്രാഥമിക പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം നൽകുക, ആഭ്യന്തര വിപണിക്ക് പുറമെ കയറ്റുമതി സാധ്യതകൾ ഒരുക്കുക എന്നിവയാണ് മുന്നോട്ട് പോകാനുള്ള പ്രധാനമായ മാർഗങ്ങൾ. അമേരിക്കയുമായോ ചൈനയുമായോ മാത്രം ബന്ധപ്പെട്ട പ്രശ്നമല്ല ഇന്ത്യ നേരിടുന്നത്. ആഗോള വ്യാപാര രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും വലിയ വെല്ലുവിളിയാണ് നൽകുന്നത്. സ്വദേശി പ്രസ്ഥാനം രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമായി മാറാതെ യഥാർത്ഥ സാമ്പത്തിക മാതൃകയായി പ്രവർത്തിക്കണമെങ്കിൽ വിപണിയിൽ മത്സരിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യ സൃഷ്ടിച്ചെടുക്കുകയും വേണം. ഗവേഷണം, വികസനം, വിദ്യാഭ്യാസം, തൊഴിലാളികളുടെ പ്രാവീണ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദേശ നിക്ഷേപത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ഇവയെല്ലാം കൂടിച്ചേർന്നാൽ മാത്രമേ ഇന്ത്യ ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുകയും അമേരിക്ക അടക്കമുള്ള ലോകശക്തികളോട് തുല്യമായി നിലകൊള്ളുകയും ചെയ്യാൻ കഴിയുകയുള്ളൂ.